മലയാളത്തിൽ നമുക്ക് അങ്ങനെ നമ്മുടെ നമസ്കാരത്തിൽ സുജൂദിലോ ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്നുള്ള വിഷയം പണ്ഡിത ലോകം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അസ്ലിൽ നമസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ ചൊല്ലേണ്ടുന്നതും പറയേണ്ടതുമായ എല്ലാം അടിസ്ഥാനപരമായി നമ്മൾ നിർവഹിക്കേണ്ടത് അറബി ഭാഷയിൽ മാത്രമാണ്. അന്യഭാഷകൾ അതിൽ കടന്നു വരാനേ പാടില്ല. ഇതാണ് അടിസ്ഥാനപരമായ നിയമം. അതേപോലെ തന്നെ ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അത് അറബിയിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ തശഹുദ്, അത്തഹിയാത്ത്, നിർബന്ധമായ അദ്കാറുകൾ നമ്മൾ ചൊല്ലേണ്ടുന്ന റുക്കൂഅ്, സുജൂദ്, അതിലൊക്കെയുള്ള ദിക്റുകൾ, ഇപ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാന റബ്ബിയൽ അഅല, അതുപോലെ റബ്ബനാ വലക്കൽ ഹംദ്, അതുപോലെ രണ്ട് സുജൂദിൻ്റെ ഇടയിൽ ഇങ്ങനെ വാജിബായ നിലക്ക് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, അതുപോലെ ഫർളായ റുക്നായ ഫാത്തിഹ, ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറബിയിൽ തന്നെ നിർവഹിക്കണം. അതേ അവസരത്തിൽ ഒരാൾക്ക് അറബിയിൽ തീരെ അറിയില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഇളവുണ്ട്. അറബി ഭാഷ അയാൾക്കൊരു പഠിക്കാനും പറ്റിയിട്ടില്ല, അയാൾക്ക് അറബിയിൽ ഇത് നിർവഹിക്കാനും കഴിയുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വന്നൊരു വ്യക്തി, അയാൾക്ക് നിസ്കാരം നമ്മൾ ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇപ്പോൾ ഫാത്തിഹ നോക്കി ഓതാനൊന്നും ആയിട്ടുണ്ടാവില്ല. അയാളുടെ ഭാഷയിൽ നമുക്കത് എഴുതി കൊടുക്കാം. അങ്ങനെ എഴുതി കൊടുക്കുന്നതിന് വിരോധമില്ല. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണങ്ങളൊക്കെ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, അയാളുടെ ചൊല്ലി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഫാത്തിഹ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദിക്റുകളും കാര്യങ്ങളൊക്കെ അറബിയിൽ തന്നെയാണ് അവർ പറയേണ്ടത്. അത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, തീരെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് അന്യ ഭാഷയിൽ എഴുതി വെച്ചിട്ട് അതിങ്ങനെ കൊണ്ടു നടന്ന അയാൾക്ക് അങ്ങനെ പഠിക്കാം. പക്ഷേ അത് അറബി ഭാഷ പഠിക്കുന്നത് വരെയാണ്. പിന്നീട് അത് ഭാഷ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറയാനും ഉച്ചരിക്കാനൊക്കെയുള്ള കഴിവ് നേടിക്കഴിഞ്ഞാൽ, വായിക്കാനൊക്കെയുള്ള കഴിവ് നേടിക്കഴിഞ്ഞാൽ അയാൾ അറബിയിൽ തന്നെയാണ് എല്ലാം നിർവഹിക്കേണ്ടത്. അതേ അവസരത്തിൽ ഇതിനെ സംബന്ധിച്ചപ്പോൾ ഈ ഫാത്തിഹയും അദ്കാറുകളും മറ്റുള്ള വാജിബായ ദിക്റുകളും തശഹുദ് ഒഴികെയുള്ള അല്ലാത്ത കാര്യങ്ങൾ, ഇപ്പം നമുക്ക് സുജൂദിൽ, അതുപോലെ തന്നെ അത്തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ അവസാനത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾക്ക് ദുആയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ എന്നൊക്കെ അനുവാദം തന്നിട്ടുണ്ടല്ലോ. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അറബി അല്ലാത്ത ഭാഷയിൽ നമുക്ക് പ്രാർത്ഥിക്കാമോ? അവിടെ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ 3 അഭിപ്രായങ്ങൾ നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. പല അഭിപ്രായ വ്യത്യാസങ്ങളും പണ്ഡിത ലോകത്ത് പല വീക്ഷണക്കാരുമുണ്ട്. അതിൽ ഒരു ഭാഗം പറയുന്നത് ഒരു നിലക്കും അറബി അല്ലാത്തൊരു ഭാഷയിൽ പ്രാർത്ഥിക്കാനേ പാടില്ല, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിഷിദ്ധമാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. വേറൊരു കൂട്ടർ പറയുന്നത് ഒരു നല്ല കാര്യമല്ല, ഏറ്റവും ഉത്തമ അറബി തന്നെയാണ്. ഇനി ഒരാൾ അറബി ഭാഷയിൽ ഒരാൾ പ്രാർത്ഥിച്ചു പോയെങ്കിൽ അവൻ്റെ നിസ്കാരം ഏതിനെ പറ്റിയാണ് പറയുന്നത്? സുജൂദിലെ ദിക്റുകളൊക്കെ ചൊല്ലിയതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയാണ് പറയുന്നത്. ഫാത്തിഹയെക്കുറിച്ചല്ല, മറ്റദ്കാറുകളെ കുറിച്ചല്ല പറയുന്നത്. ശേഷം ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ആ പ്രാർത്ഥന ഒരാൾ അറബി അല്ലാത്തൊരു ഭാഷയിലാണ് ഒരാൾ പറഞ്ഞതെങ്കിൽ അത് നിസ്കാരം ബാത്തിലാവുന്നില്ല, ഒരു അനഭിലഷണീയമായ ഒരു കറാഹത്തായ കാര്യമാണ് എന്ന് വീക്ഷണം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടരുടെ വീക്ഷണം, അതാണ് കുറച്ചുകൂടി ആ വിഷയത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ള അഭിപ്രായം. അതായത് അറബിയിൽ തന്നെ ആയിരിക്കണം നിസ്കാരത്തിലെ എല്ലാ കാര്യങ്ങളും, ദുആ അടക്കം. എന്നാൽ ഒരാൾക്ക് ദുആകൾ, അയാൾക്ക് അറബിയിലുള്ള ആ ദിക്റുകളും അറബിയിലുള്ള പ്രാർത്ഥനകളൊന്നും മുഴുവൻ അയാൾക്ക് നോക്കി വായിച്ച് പഠിച്ച് ഹിഫ്ളാക്കി അങ്ങനെ നിസ്കാരത്തിൽ അയാൾക്കത് ചൊല്ലാനോ ഉച്ചരിക്കാനോ ഒന്നും അയാൾക്ക് കഴിയുന്നില്ല. അയാൾക്ക് അത്രയും അറബി ഭാഷ ടച്ചില്ല, കൂട്ടി വായിക്കാനൊക്കെ കഷ്ടി അറിയുള്ളൂ. പിന്നെ അങ്ങനെ പഠിച്ചു മനപ്പാഠമാക്കി അങ്ങനെ ചൊല്ലാനൊന്നും കഴിയില്ലെങ്കിൽ അത്തരം ആളുകൾക്കത് ജായിസാണ്. എന്നാൽ അതൊരു ഇളവായി കണ്ടുകൊണ്ട് ഇപ്പം നമുക്കൊരു ചാൻസ് തുറന്നു കിട്ടി, ഇനി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളൊന്നും ഇനി പഠിക്കാൻ മെനക്കെടേണ്ടതില്ല, ആരും ഇതിൽ നിന്ന് കൂട്ടി വായിക്കരുത്. തീരെ അതിന് കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ അയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പറയാം എന്നഭിപ്രായപ്പെട്ട കുറേ പണ്ഡിതന്മാർ ഉണ്ട്. പിന്നെ മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇതിൽ നിന്ന് എല്ലാ ഈ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മോചനം നേടുക എന്ന നിലക്ക് ഇപ്പോൾ നമ്മൾ സുജൂദിൽ കിടക്കുന്ന വേളയിൽ നമുക്ക് നമ്മുടേതായ മനസ്സ് റഹ്മാനായ റബ്ബ് അറിയുന്നവനാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കൊണ്ടുവന്ന്, അപ്പോൾ നമ്മൾ സുജൂദിൽ അങ്ങനെ കിടന്ന് റബ്ബെ ആഫിയത്ത് തരണം, രോഗമുണ്ട് ശിഫയാക്കണം, കടത്തിലാണ് റബ്ബെ കടം വീട്ടണം, അതുപോലെ തന്നെ പ്രയാസങ്ങളുണ്ട് റബ്ബെ നീ വീട്ടി തരണം, എല്ലാം നീക്കി തരണം തുടങ്ങിയിട്ടുള്ള ഒരു മനസ്സിലിങ്ങനെ കൊണ്ടുവരിക, ഇയാൾ നാവിനുകൊണ്ട് പറയാതെ. അതുകൊണ്ട് പറയുന്നതാണല്ലോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ കാരണം. അപ്പോൾ മനസ്സിലങ്ങനെ കൊണ്ടുവരിക, മനസ്സിലങ്ങനെ കിടന്നിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാതെ നമുക്ക് മനസ്സുകൊണ്ടുണ്ടല്ലോ ഒരു പ്രാർത്ഥിക്കൽ. അപ്പോൾ സംസാരശേഷിയില്ലാത്ത ആളുകളും പ്രാർത്ഥിക്കുന്നില്ലേ, അവരെങ്ങനെ നാവുകൊണ്ട് ഉച്ചരിച്ചിട്ടല്ലോ അവരുടെ മനസ്സ്. അപ്പോൾ മനസ്സറിയുന്നവനാണ്, ആ നിലക്ക് നമുക്ക് ചെയ്യാം. ഇനി അതല്ല, ഇങ്ങനെ തീരെ അതിന് അറബി ഭാഷയുമായിട്ട് ബന്ധം വളരെ കുറവാണ്, അയാൾക്ക് പഠിച്ച് ഹിഫ്ളാക്കി പ്രാർത്ഥിക്കാനൊന്നും കഴിയുന്നില്ല എങ്കിൽ ഫാത്തിഹയും മറ്റദ്കാറുകളും
ഒക്കെ നിർവഹിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ സുജൂദിൽ കിട്ടുന്ന അവസരങ്ങളിൽ അയാൾ മലയാളത്തിൽ പറഞ്ഞു പോയെങ്കിൽ അതൊരു അനുവദനീയമായ കാര്യമാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ഇളവ്. അതേ അവസരത്തിൽ അറബി നന്നായി വായിക്കാനും അത് ഹിഫ്ളാക്കാനും മനഃപ്പാഠമാക്കാനും പഠിക്കാനും അത് ചൊല്ലാനും ഒക്കെ അറിയാവുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഈ എക്സ്ക്യൂസ് ഇല്ല. അവരത് ഒഴിവാക്കുകയാണ് വേണ്ടത്, അറബിയിൽ തന്നെയാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. വല്ലാഹു അഅലം. അപ്പോൾ അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഏതായാലും നമുക്ക് ഏറെ റബ്ബുമായി അടുപ്പം നേടുന്ന ഒരവസരമായ സുജൂദ് നമ്മൾ ശരിക്കും മുതലാക്കണം. എങ്ങനെ? ദുആ അധികരിപ്പിച്ചുകൊണ്ട് എന്നുള്ളത്. മഅ്സൂറായ പ്രാർത്ഥനകളാകുമ്പോൾ, എന്താ മഅ്സൂറായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വന്നിട്ടുള്ള പദങ്ങൾ പോലും മാറ്റം വരുത്താതെ നമ്മൾ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായ രീതി. ഇനി ഒരാൾക്ക് തൻ്റെതായ ആഗ്രഹങ്ങൾ അറബിയിൽ തന്നെ മറ്റു പദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് പ്രാർത്ഥിക്കാം. ഒരാൾക്ക് ഓരോരുത്തർക്ക് ഓരോ ആവശ്യങ്ങളാണ്. അപ്പോൾ അല്ലാഹുമ്മ കസ്സിർ മാലി, അല്ലാഹുമ്മ കസ്സിർ മാലി, അല്ലാഹ് എൻ്റെ കടബാധ്യതകളൊക്കെ ഒഴിവായിട്ട് എൻ്റെ സമ്പത്തിൽ നീ എനിക്ക് വർധനവ് തരണേ. അല്ലെങ്കിൽ അല്ലാഹുമ്മ ഹയ്യി ലി സക്കന, റബ്ബേ ഒരു വീട് എനിക്ക് തയ്യാറാകാൻ ഒരു വീടുണ്ടാവണേ എന്ന് തുടങ്ങിയൊക്കെ വേണമെങ്കിൽ അയാൾക്ക് അങ്ങനെ അറബിയിൽ തന്നെ പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നാൽ മഅ്സൂറായ ആ പ്രാർത്ഥനകൾ വാരിദായ നബിതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള അതേ പദങ്ങൾക്കാണ് ഏറെ ശ്രേഷ്ഠതയുള്ളത്. അപ്പം അങ്ങനെ വന്നിട്ടുള്ള കുറേ ദുആകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുക. അതൊക്കെ നമ്മൾ അലസത കാരണമാണ് പലപ്പോഴും. നമുക്കിതിലൊക്കെ അപ്പുറം പഠിക്കാൻ കഴിയൂലേ? ഇത് കേൾക്കുന്ന മഹാഭൂരിപക്ഷത്തിനും അങ്ങനെ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളുടെ അലസതയും മടിയും കാരണത്താൽ നമ്മൾ അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏതെല്ലാം ഭാഷകൾ നമ്മൾക്ക് കടിച്ചാൽ പൊട്ടാത്ത പ്രയോഗങ്ങളും പലതും നമ്മൾ മനപ്പാടാക്കുന്നുണ്ട്, വായിക്കാൻ പഠിക്കുന്നുണ്ട്, എഴുതാൻ പഠിക്കുന്നുണ്ട്, ദുന്യാവിൻ്റെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ വേണ്ടി. നമുക്ക് എന്തുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയും ഒരു പ്രത്യേകമായ അന്വേഷണത്തിനുള്ള താല്പര്യവും നമുക്കില്ലാതെ വരുന്നു എന്നുള്ളത് ഖേദകരമാണ്. അത് ഓരോരുത്തരുമാണ് തൻ്റെ കഴിവുകേടും ഓരോരുത്തർക്കാണ് അറിയുക. അതിനനുസരിച്ച് ഈ വിഷയത്തിൽ ഇടപെടണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റബ്ബ് തൗഫീഖ് തരും. അതുകൊണ്ട് അങ്ങനെ എന്തായാലും പ്രാർത്ഥനയ്ക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ്. ആ ഗോൾഡൻ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിൽ തന്നെ നമ്മൾ ഇസ്തിഗ്ഫാർ ഏറെ പ്രധാനമാണല്ലോ. ഇസ്തിഗ്ഫാറിന്റെ തേട്ടം. സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി, സുജൂദിലുള്ള ഒരു പ്രാർത്ഥനയാണല്ലോ അത്. അതുപോലെ റബ്ബി ഗ്ഫിർലി ഖതയതി യൗമദ്ദീൻ, റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാലോ. അതൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനകളല്ലേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഖുർആൻ ഓതുക എന്നുള്ള നിലക്കല്ലേ അത് പറ്റാത്തുള്ളൂ. ഒരു ദുആ എന്ന നിലക്ക് നമുക്ക് ആ ആയത്തിലെ ആ ഭാഗം നമുക്ക് പാരായണം ചെയ്യാലോ, ദുആ ചെയ്യാലോ. അങ്ങനെ നമ്മൾ പഠിച്ച പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളുടെ ഉദ്ദേശങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന അധികരിപ്പിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തണം. ഇതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡെയിലി 100 തവണയൊക്കെ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി, അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, അല്ലെങ്കിൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതൊക്കെ ഇസ്തിഗ്ഫാറിന്റെ പ്രാർത്ഥനയാണ്. ഇതൊക്കെ നമുക്ക് ചൊല്ലാൻ എത്ര സമയമുണ്ട്. നിസ്കാരത്തിൻ്റെ അകത്ത് സുജൂദിലും അല്ലാത്ത അവസരങ്ങളിൽ പോലും നമുക്കിതൊക്കെ ചൊല്ലാൻ എത്ര കുറഞ്ഞ മിനിറ്റുകളെ ആവശ്യമുള്ളൂ. നമ്മൾ വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന പല സ്ഥലങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. സുജൂദിൻ്റെ വേളയിലായിരിക്കെ ഇങ്ങനെ അള്ളാഹിനോട് ഏറ്റവും അടുപ്പുള്ള നേരമാണ്. അടുപ്പുള്ള സമയത്ത് ചോദിക്കുമ്പോൾ അതിന് ഇജാബത്തിന് കൂടുതൽ സാധ്യതകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക.